വയനാട്ടിൽ ഉടമയെയും ഡ്രൈവറെയും ആക്രമിച്ച് കാറുമായി കടന്ന സംഭവത്തിൽ പിടിയിലായി പിന്നീട് പോലീസ് ജീപ്പിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ട പ്രതിയെ ഇനിയും കണ്ടെത്താനായില്ല. സുഹാസിനായ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കാർ തട്ടിയെടുത്തതിന് പിന്നിൽ കുഴൽപ്പണക്കടത്ത് സംഘമാണെന്നാണ് നിഗമനം. സുഹാസ് നേരത്തെ കുഴൽപ്പണക്കടത്ത് കേസിൽ പ്രതിയായ ആളാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9:45 സംഭവം. ബിസിനസ് ആവശ്യത്തിനായി ബംഗളൂരുവിൽ പോയി മടങ്ങി വരികയായിരുന്ന കോഴിക്കോട് കാരപ്പറമ്പ് സ്വദേശി CS സന്തോഷ് കുമാറിന്റെ ഇന്നോവ കാറാണ് 8ഓളം വരുന്ന സംഘം തട്ടിയെടുത്തത്. ദേശീയപാത 766-ൽ കല്ലൂർ പാലത്തിന് സമീപം വെച്ച് സംഘം വാഹനം ആക്രമിക്കുകയായിരുന്നു. ചുറ്റിക ഉപയോഗിച്ച് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും സന്തോഷ് കുമാറിനെയും ഡ്രൈവറെയും മർദ്ദിക്കുകയും ചെയ്തതിനു ശേഷം സംഘം കാർ തട്ടിയെടുക്കുകയായിരുന്നു. പിന്നീട് ഇവർ ഇതുവഴി വന്ന പച്ചക്കറി വാഹനത്തിൽ കയറിയാണ് സുൽത്താൻ ബത്തേരി സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. പിറ്റേ ദിവസം തന്നെ വാഹനം കിലോമീറ്ററുകൾ ദൂരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതിനിടെയാണ് കാർ ആക്രമിച്ച പ്രധാനി സുഹാസ് തൃശൂരിൽ നിന്ന് പിടിയിലായത്. തൃശൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ബത്തേരിയിലേക്ക് കൊണ്ടുവരും വഴി മെഡിക്കൽ കോളേജ് പരിസരത്ത് വെച്ചാണ് ഇയാൾ വാഹനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടത്. ഇയാൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കുഴൽപ്പണം കൊണ്ടുവരുന്ന വാഹനമാണെന്ന് കരുതിയാണ് വാഹനം തട്ടിയെടുത്തതെന്നാണ് പോലീസിന്റെ നിഗമനം. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട സുഹാസ് 2018-ൽ കുഴൽപ്പണ സംഘത്തെ ആക്രമിച്ച് പണം തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.